വിശദാംശങ്ങളിലേക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവ്. കൈക്ക് പൊട്ടലുള്ള രോഗിക്ക് കമ്പി മാറ്റിയിട്ടതായി പരാതി. കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത്താണ് ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം 4 വയസ്സുകാരിയുടെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ കുടുംബത്തിന്റെ വാദം ശരിവെച്ച് പോലീസ് റിപ്പോർട്ട്. വിശദാംശങ്ങൾ നൽകുന്നത് മേഘന മുരളി കോഴിക്കോട്ട് നിന്ന്. മേഘന, വീണ്ടും ചികിത്സാ പിഴവ്, ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. എങ്ങനെയാണ് പുതിയ സംഭവം? ഫിജി മലബാറിലെ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും വരുന്ന ഇത്തരം വാർത്തകൾ വലിയ ഗുരുതര സ്വഭാവമുള്ളതാണ്. നമുക്കറിയാം, മുന്നേ തന്നെ ഹർഷിനയുടെ ഒരു കേസ് നമുക്കറിയാവുന്നതാണ്. ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം. ഇപ്പോഴും അത് ഹർഷിന നീതി തേടിയുള്ള ഒരു സമരത്തിലും മറ്റുമാണ്. അതിന്റെ തുടർച്ചയായി ഇന്നലെയടക്കം അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത കുട്ടിയുടെ വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത്തിന് ഒരു ശസ്ത്രക്രിയയിൽ ഒരു പിഴവുണ്ടായി എന്നുള്ള ഒരു വിവരം പുറത്തുവരുന്നത്. വിഷയം അത്ര ഗുരുതരമാണ്. അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗമടക്കം അത്രയും ഉന്നതിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വാദമൊക്കെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം ഗുരുതര ചികിത്സാ പിഴവിന്റെ വാർത്തകൾ പുറത്തുവരുന്നത്. കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത്തിന് കഴിഞ്ഞ 10-ാം തീയതിയാണ് ബൈക്കിൽ നിന്ന് വീണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ശേഷം ഒരാഴ്ചക്കാലം ഈ ശസ്ത്രക്രിയ വൈകി എന്നുള്ള ഒരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പിന്നിട്ട് ഈ ശസ്ത്രക്രിയ നടന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ ഈ കയ്യിൽ കമ്പി ഇടാനായി കുടുംബം കമ്പി വാങ്ങി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗുരുതരമായി ഈ ശസ്ത്രക്രിയക്ക് ശേഷവും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോഴാണ് ഈ കമ്പി മാറിയ വിവരം അറിയുന്നത്. അതായത് മറ്റൊരു രോഗിയുടെ കയ്യിലിടേണ്ട കമ്പിയാണ് അജിത്തിന്റെ കയ്യിലിട്ടിരിക്കുന്നത്. അങ്ങനെ അജിത്തിന് അത് ഗുരുതര പ്രശ്നമാകുന്നു, വേദനയാകുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം, കമ്പി മാറിയ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ഡോക്ടറോട് സൂചിപ്പിച്ചപ്പോൾ ഡോക്ടർ ഈ രോഗിയോട് ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യവും അത്രയേറെ ലാഘവത്തോടെ ആ രോഗികളെ കണ്ടു എന്നുള്ള കാര്യവും കൂടി കുടുംബങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ വീണ്ടും രാത്രി തന്നെ ശസ്ത്രക്രിയ നടത്താം, അതായത് പെട്ടെന്ന് ധൃതിയിൽ വീണ്ടും ശസ്ത്രക്രിയ മാറ്റി ചെയ്യാമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ കുടുംബം നിരസിച്ചു. അന്നേരം കുടുംബത്തോട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല, നിങ്ങൾ വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെ ഡോക്ടർ പെരുമാറിയെന്നും ഇപ്പോൾ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അജിത്തിന് ഈ വേദന അധികമായതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ഈ കമ്പി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാവുകയാണ്. അല്പസമയത്തിന് അകം തന്നെ ഈ ഒരു ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. എന്തായാലും അത്രയേറെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ആരോഗ്യവകുപ്പ് അടക്കം അത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ ചികിത്സാ പിഴവ് തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇന്നലെ അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ്, 4 വയസ്സുള്ള കുട്ടിക്ക് കയ്യിലെ 6-ാം വിരൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതിന് പകരം നാക്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു. അതിനെതിരെ ഇപ്പോൾ ഒരു പോലീസ് റിപ്പോർട്ട്, കുടുംബത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ KGMCT ഡോക്ടർമാരുടെ സംഘടനയടക്കം ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് അടക്കം പറഞ്ഞിരുന്നത് ഇത് ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു. അതായത് നാക്കിൽ കെട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാവിയിൽ ഒരു സംസാര വൈകല്യത്തിലേക്ക് അടക്കം നീങ്ങിയേക്കാവുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു. ഈ ഡോക്ടർമാരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ അടക്കം ഉണ്ടായതെന്ന രീതിയിലായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് കുടുംബത്തിന്റെ വാദം ശരിവെച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്, അഥവാ ഈ നാക്കിൽ കെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ അതിന് രേഖകൾ ആവശ്യമാണ്. അങ്ങനെ ഒരു രേഖയോ പ്രോട്ടോകോളോ ഈ ഡോക്ടർ പാലിച്ചിട്ടില്ല, ഒരു കേസ് ഷീറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ വാദം ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഡോക്ടർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വേണ്ടി നോട്ടീസും നൽകിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റേതെങ്കിലും വകുപ്പുകൾ ചുമത്തണോ അല്ലെങ്കിൽ തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. ഫിജി. ശരി, മേഘനയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും കൂടുതലായി എത്തേണ്ടതുണ്ട്. ആ രോഗിക്ക് അടിയന്തര ശസ്ത്രക്രിയ ഇപ്പോൾ നടത്തി